ഈ ദുരന്തങ്ങൾ എവിടെ ഉണ്ടായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അവിടുത്തെ കുഞ്ഞുങ്ങളെ ആയിരിക്കും. എന്നാൽ കാലം മുറിവുകളെ ഉണക്കി തുടങ്ങും. അങ്ങനെ ഒരു മഹാദുരന്തത്തിനും അതിജീവനം സാധ്യമാണെന്ന് തെളിയിക്കുകയാണ് വെള്ളാർമല സ്കൂൾ. ഉരുൾപൊട്ടി കുത്തിയൊലിച്ച് ഒരു നാടൊന്നാകെ തുടച്ചു നീക്കിയ ശേഷവും വെള്ളരിമലയുടെ താഴ്വാരത്ത് പതിയെ പതിയെ നാമ്പിടുകയാണ് ആ കൊച്ചു വിദ്യാലയം. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്ത് ഒരു വിദ്യാലയമുണ്ട്. ഒരു ദേശത്തിനാകെ അക്ഷര വെളിച്ചം പകർന്ന വിദ്യാലയം. ഒറ്റ രാത്രി കൊണ്ട് മണ്ണും മഴയും ചേർന്ന് ആ ദേശത്തെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടു. ഉരുൾപൊട്ടലിൽ വഴിമാറിയൊഴുകിയ പുന്നപ്പുഴ വിദ്യാലയത്തിൽ ബാക്കിയാക്കിയത് കൂറ്റൻ കരിങ്കല്ലുകളും കെട്ടിടാവശിഷ്ടങ്ങളും ചെളിക്കൂമ്പാരങ്ങളും മാത്രമാണ്. സ്കൂൾ നഷ്ടമായ അധ്യാപകരും വിദ്യാർത്ഥികളും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു. സ്കൂളിലെ 33 വിദ്യാർത്ഥികൾ ഓർമ്മ മാത്രമായപ്പോൾ മറ്റു ചിലർ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി. നഷ്ടമായതെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കില്ലെങ്കിലും ഓരോ കുട്ടികളും ചേർത്ത് പിടിച്ച് സെപ്റ്റംബർ 2 പുനർപ്രവേശനോത്സവം നടത്തി. വലിയ ബുദ്ധിമുട്ടായിരുന്നു. കുട്ടികളൊക്കെ വേറൊരു സ്റ്റേജിലായിരുന്നു. പിന്നെ അവരെ ഞങ്ങൾ ആദ്യ മാസങ്ങളിലൊന്നും പാഠപുസ്തകങ്ങളോ മറ്റൊന്നും പഠിപ്പിച്ചിരുന്നില്ല. കഥയും പാട്ടും പിന്നെ ഈ ക്രാഫ്റ്റ് വർക്കുകൾ, ആർട്ട് വർക്കുകൾ, കലാപ്രവർത്തനങ്ങൾ, സ്പോർട്സ്, ശാസ്ത്രമേളയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ, അങ്ങനെ കുട്ടികളെ മുഴുവൻ എൻഗേജ് ചെയ്യിച്ചു. പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഇവരെ മാറ്റിയെന്ന് പൂർണ്ണമായും മാറിയിട്ടില്ല. LP-യിലെയും UP ക്ലാസ്സിലെ ഏതാനും ചില കുട്ടികൾ മാത്രം മാനസികമായിട്ട് റെഡിയായി. പിന്നെ ഹൈസ്കൂള് 10ാം ക്ലാസ് കുട്ടികൾ പരീക്ഷ വരെയും വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞപ്പോൾ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ അതിജീവന കഥ വേദിയിൽ അവതരിപ്പിച്ചു. വേദനകളെയും വിഷമങ്ങളെയും മാറ്റിവെച്ച വെള്ളാർമലയുടെ കുട്ടികൾ കലോത്സവത്തിലും കായികോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും പങ്കെടുത്തു. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളിൽ ചിലർ അവസാന നിമിഷം വരെ SSLC പരീക്ഷ എഴുതാൻ തയ്യാറായിരുന്നില്ല. എല്ലാവരും പ്രോത്സാഹനവും പിന്തുണയും നൽകിയപ്പോൾ അവർ 100% വിജയം സ്വന്തമാക്കി. അങ്ങനെ വെള്ളരിമലയിൽ വീണ്ടും പ്രതീക്ഷയുടെ നാമ്പുകൾ ഇതളിട്ടു. വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത്. വരും നാളുകളിൽ പുതിയ കെട്ടിടത്തിൽ ഏറ്റവും നല്ല ഡിജിറ്റൽ സ്കൂളിലൊന്ന് വെള്ളാർമല സ്കൂളായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. പ്രത്യേകിച്ചും എല്ലാ ക്ലാസ്സിലും ഡിജിറ്റൽ പാനൽ വന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇപ്പോഴത്തെ പുതിയ പാഠ്യപദ്ധതി പ്രകാരമുള്ള സമഗ്ര അതുപോലെ പ്ലസിലെ എല്ലാ റിസോഴ്സുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അതൊരു പുതിയ അനുഭവം തന്നെയാണ്. പ്രതികൂല സാഹചര്യങ്ങളെ മനക്കരുത്തുകൊണ്ട് മറികടന്ന വെള്ളാർമല സ്കൂൾ ഇന്നൊരു പാഠപുസ്തകമാണ്. ഇതാണ് അതിജീവനത്തിന്റെ വെള്ളാർമല മോഡൽ.